അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ അവസ്ഥ. നമ്മുടെ ജാൻമണിക്ക് ഇന്നലെ അവിടെ റാമ്പ് വാക്ക് നടന്ന സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ആരെയും തന്നെ കണ്ടിട്ട് അങ്ങ് ചിരി വരുന്ന കൂടി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് സന്തോഷിക്കുകയോ കൈയടിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാണ് അവർ ഇരുന്ന് പറഞ്ഞത് മറ്റാരല്ല, അപ്സരയും അർജുനും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് പറയാണ്, അവിടെ എല്ലാവരും നന്നായി ചെയ്തിരുന്നു, പക്ഷേ അവിടെ ആരെയും അപ്രിഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെയൊക്കെ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കാനോ അവിടെ ജാൻമണി തയ്യാറായിരുന്നില്ല. അത് നോട്ട് ചെയ്തു എന്ന് അപ്സരയും അർജുനും ഇരുന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർജുൻ ഇരുന്ന് പറയുന്നുണ്ട്, ഇന്നലെ ചെയ്തതിലെ ഏറ്റവും നന്നായ 3 പേർ എന്ന് പറയുന്നത് ഒന്ന് അപ്സര, ഒന്ന് ശരണ്യ, പിന്നെ ലാസ്റ്റ് വൺ ശ്രീതു. ഇവർ 3 പേരായിരുന്നു ഏറ്റവും നന്നായി ചെയ്തത് എന്ന് അർജുൻ പറയുന്നുണ്ട്. ഇവർക്ക് 3 പേർക്കായിരുന്നു ആ കാര്യത്തിൽ പോയിന്റ് കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ എല്ലാവരും വന്നതുകൊണ്ടാണ് അങ്ങനെ പ്രൈസ് കിട്ടിയത് എന്ന് അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ അപ്സര പറയുന്നുണ്ട്, ജിൻഡോ വന്നിട്ട് പറഞ്ഞു ഏറ്റവും നന്നായിട്ട് അവിടെ ആ ട്രഡീഷണൽ ലുക്ക് ചെയ്തത് അൻസിബി ആയിരുന്നു, അൻസിബയുടെ നടത്തവും സ്റ്റൈലൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, പക്ഷേ ലുക്ക് വൈസ് നോക്കുന്ന സമയത്ത് മാത്രമാണ് അപ്സരയ്ക്ക് തന്നത് എന്ന് ജിൻഡോ ചേട്ടൻ പറഞ്ഞു എന്ന് അപ്സര പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാൻമണിക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റാത്ത രീതിയിലാണ് ജാൻമണി ഇരുന്നിരുന്നത് എന്ന് അവരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതൊരു പക്ഷെ ശരിയാണ്. ജാൻമണിക്ക് കിട്ടണം എന്നായിരുന്നുണ്ടാവും ആഗ്രഹം. അവിടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു, ജാൻമണിയുടെ അടുത്ത് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പെർഫെക്ഷൻ ആയിരുന്നു എന്നൊക്കെ ജാൻമണിയുടെ അടുത്ത് അൻസിബയുടെ അടുത്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ജിൻഡോ അവർക്കൊന്നും പ്രൈസ് കൊടുക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവരെല്ലാവരും ഋഷിയാണെന്നുണ്ടെങ്കിലും ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, നന്നായിരുന്നു, നമ്മളെ കൽപ്പിച്ചുകൂട്ടി തോൽപ്പിച്ചതാണെന്ന് അൻസിബ പറയുന്ന സമയത്ത് ഋഷി ആ ശരിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ജിൻഡോയും അങ്ങനെ ശരിവെക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയാണ് മാർക്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു രീതിയായിരുന്നു മാർക്കിൽ വന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നീട് സ്വന്തം ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് കാലു മാറി സംസാരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും എന്നാണ് എനിക്ക് അതിന് ശേഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്.